നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുള്ള കാര്യമാണ്, നമ്മളൊക്കെ മരണപ്പെട്ടാൽ ആരറിയാൻ? കുടുംബക്കാർ ഒരു മാസം കരയുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മാസം ഓർക്കുമായിരിക്കും. പിന്നെ വർഷം ആണ്ട് വരുമ്പോഴോ ഓർമ്മ ദിവസം വരുമ്പോഴോ ഓർക്കുന്നതല്ലാതെ നമ്മളൊക്കെ മരിക്കുന്നതും ജീവിക്കുന്നതും പോലും ആരും അറിയാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ നല്ലപോലെ ഇടപഴകുകയാണെങ്കിൽ സാധാരണക്കാരും നമ്മുടെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളും എല്ലാവരും ഒന്നാണ് എന്ന് ഒരു പ്രൈവറ്റ് ജോലി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ പോലും അത്തരം ഒരു സ്വഭാവക്കാരനാണെങ്കിലോ, അതായത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു, എല്ലാവരും സ്നേഹത്തോട് മാത്രം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ പോലും അദ്ദേഹത്തിന്റെ വിയോഗത്തിനു വേണ്ടി അദ്ദേഹത്തിന് നീതി ലഭിക്കണം എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരികയാണ്. പറഞ്ഞു വരുന്നത് മറ്റാരുടെയും കഥയല്ല. കുമളിയിലെ സ്വകാര്യ ബസ് കണ്ടക്ടറായ രജീഷിന്റെ അപ്രതീക്ഷിത വിയോഗം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉറ്റ സുഹൃത്തുക്കളും അറിയുന്നവരും, അല്ലെങ്കിൽ ഈ മനുഷ്യനെ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ പോലും അദ്ദേഹത്തിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വരികയാണ്. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളോട് പുഞ്ചിരിയോടെ പോരാടിയ ഒരു സാധാരണക്കാരനെ നൊമ്പരമുണർത്തുന്ന വിയോഗ വാർത്ത ഉൾക്കൊള്ളാൻ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരാഴ്ച മുൻപ് വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച രജീഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കവേ തന്നെയാണ് കഴിഞ്ഞ ബുധനാഴ്ച അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. കോഴിമലയിൽ പ്രായമായ മാതാപിതാക്കൾക്കും താൻ ജീവന് തുല്യം സ്നേഹിച്ച മകനുമൊപ്പമായിരുന്നു രജീഷിന്റെ താമസം. കുടുംബജീവിതത്തിൽ ഉണ്ടായ അപ്രതീക്ഷിത തളർച്ചകളും മാനസിക വിഷമങ്ങളുമാണ് രജീഷിനെ ഇത്തരമൊരു കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. 6 വർഷം മുൻപ് സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ട് ഭാര്യ ജോലിക്കായി ഷാർജയിലേക്ക് പോയതോടുകൂടിയാണ് രജീഷിന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയത്. അവിടെ എത്തിയ ഭാര്യ പിന്നീട് മറ്റൊരാളുമായി ബന്ധത്തിലാവുകയും തുടർന്ന് രജീഷുമായുള്ള ദാമ്പത്യ ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുകയുമായിരുന്നു. ഭാര്യ പോയെങ്കിൽ എന്താ, തന്റെ മകൻ തന്റെ കൺമുന്നിലുണ്ടല്ലോ, അവന്റെ സന്തോഷവും അവന്റെ കളിച്ചിരികളാലും രജീഷിന്റെ ദുഃഖം അങ്ങനെ പതിയെ മാറി വരികയായിരുന്നു. എന്തായാലും അങ്ങനെ മാറി വന്നുകൊണ്ടിരുന്ന ഏകദേശം 6 വർഷം കഴിയുമ്പോഴാണ് രജീഷിന് ഒരു വക്കീൽ നോട്ടീസ് ലഭിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, തൻ്റെ മകനെ തനിക്ക് തിരിച്ചു വേണമെന്നുള്ള ഭാര്യയുടെ വക്കീൽ നോട്ടീസാണ് അദ്ദേഹത്തിന് അടിയിലേക്ക് വന്നത്. അദ്ദേഹം നീതി ലഭിക്കുമെന്ന് നീതി തേടി കോടതിയിലേക്ക് പോയി. പക്ഷേ കോടതി വാദങ്ങൾക്കൊക്കെ ശേഷം കോടതി വിധി രജീഷിനെതിരെയും രജീഷിന്റെ ഭാര്യയ്ക്ക് അനുകൂലമായി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് സഹിക്കവയ്യാതെയാണ് അദ്ദേഹം ഈ നിർമ്മാല്യം എന്ന പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരനായ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അന്ന് അദ്ദേഹം മരണപ്പെട്ടില്ല. പിന്നീട് അദ്ദേഹം ആശുപത്രി കിടക്കയിൽ വേദന അനുഭവിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന വിവരമാണ്. എന്തിനാണ് ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മളെല്ലാം വിട്ടുപോയത് എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ ബസ്സിലെ നിരന്തരം വരുന്ന യാത്രക്കാരാണ്. ചേട്ടാ ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ, നിങ്ങളുടെ ദുഃഖം ഞങ്ങളുടെയും അല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നത് അദ്ദേഹത്തെ ദിവസവും ചായക്കടയിൽ വെച്ച് കാണുന്നവരാണ്. അങ്ങനെ ഒരു നാട് ഒന്നടങ്കം ഒരു ചെറുപ്പക്കാരൻ്റെ നീതിക്ക് വേണ്ടി അദ്ദേഹത്തിന് മരിച്ചതിന് ശേഷമെങ്കിലും അദ്ദേഹത്തിന് ആത്മാവിന് ശാന്തി ലഭിക്കാൻ ഞങ്ങൾ എല്ലാവരും തന്നോടൊപ്പം ഉണ്ട് എന്ന് നാട്ടുകാർ പറയുകയാണ്. സത്യത്തിൽ നാട്ടുകാരെ ഇവിടെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിനകത്ത് ഒരുപാട് നൊമ്പരമുണ്ട്, നൊമ്പരപ്പെടുത്തുന്ന യാഥാർത്ഥ്യമുണ്ട്, വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട് എന്നറിയാമെങ്കിലും പലരും അവരുടെ സ്വകാര്യ ജീവിതമല്ലേ എന്ന് പറഞ്ഞ് അത് മാറ്റി നിർത്തി നമുക്ക് സന്തോഷം മതിയല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയും നല്ല നല്ല വിശേഷങ്ങൾ പറയുകയും മാത്രമാകും ചെയ്യുക. ഒരു പക്ഷേ ഇദ്ദേഹവും തൻ്റെ വേദനകൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം. ഒരു പക്ഷേ ആ വക്കീൽ നോട്ടീസ് തൻ്റെ 6 വർഷമായി താൻ വളർത്തി വലുതാക്കിയ തൻ്റെ മകൻ, അമ്മയില്ലെങ്കിലും അമ്മയും അച്ഛനും സഹോദരനും സുഹൃത്തും ഒക്കെ ആയി നിന്ന് വളർത്തിയ ആ മകൻ പെട്ടെന്ന് തന്നെ വിട്ടു പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഇനി ആരുണ്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ ഒരു പക്ഷേ പകച്ചു പോയിട്ടുണ്ടാകാം ആ പാവം പിടിച്ച പച്ചയായ മനുഷ്യൻ. നെഞ്ചോട് ചേർത്ത് പിടിച്ചു വളർത്തിയ രജീഷിന്റെ ജീവിതം മകനു വേണ്ടി മാത്രമായി മാറി. എന്നാൽ ഇതിനിടയിൽ 6 വർഷത്തിന് ശേഷം 1 മാസം മുൻപ് നാട്ടിലെത്തിയ ഭാര്യ മകനെ തന്റെയൊപ്പം വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനായി കട്ടപ്പന കോടതിയെ സമീപിക്കുകയായിരുന്നു. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി ഉത്തരവ് ഭാര്യയ്ക്ക് അനുകൂലമായി വരികയും ചെയ്തു. അമ്മയോടൊപ്പം പോകാൻ കുട്ടിക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു. വർഷങ്ങളോളം താൻ കൂടെ കിടത്തി പോറ്റി വളർത്തിയ ഏക മകനെ പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്കൊപ്പം വിട്ടു നൽകേണ്ടി വന്നത് രജീഷിനെ മാനസികമായും പൂർണ്ണമായി തളർത്തി.
കടത്തിക്കളഞ്ഞു. മകൻ തന്നിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുമെന്ന ആഴമേറിയ സങ്കടം താങ്ങാനാകാതെയാണ് രജീഷ് ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്ന് പ്രാദേശിക പഞ്ചായത്ത് അംഗം റോബിൻ കാരക്കാടൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. രജീഷിന്റെ മരണശേഷവും ക്രൂരമായ നിലപാടുകളാണ് ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നു. അച്ഛന്റെ വിയോഗ വാർത്ത അറിഞ്ഞിട്ടും കുട്ടിയെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുപ്പിക്കാൻ പോലും വിട്ടു നൽകാൻ അമ്മ ആദ്യം തയ്യാറായില്ല. ഒടുവിൽ ബന്ധുക്കളും നാട്ടുകാരും വീണ്ടും കോടതിയെ സമീപിച്ച ശേഷമാണ് കടുത്ത നിബന്ധനകളോടുകൂടി അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾക്കായി കുട്ടിയെ നാട്ടിലെത്തിക്കാൻ സാധിച്ചതെന്ന് റോബിൻ കാരക്കാടൻ കൂട്ടിച്ചേർത്തു. മകനെ ജീവൻ തുല്യം സ്നേഹിച്ചിരുന്ന ഒരച്ഛന് ആ വേർപാട് ഒട്ടും താങ്ങാൻ കഴിയുന്നതായിരുന്നില്ലെന്ന് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ബസ്സിലെ യാത്രക്കാർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു രജീഷ്. ആരോടും പിണക്കമില്ലാത്ത, എപ്പോഴും മുഖത്ത് പുഞ്ചിരി മാത്രം സൂക്ഷിച്ച് പെരുമാറിയിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല വാക്കുകൾ മാത്രമേ പറയാനുള്ളൂ. ബസ് കണ്ടക്ടറായി ജോലി ചെയ്യുന്നതിനിടയിൽ യാത്രക്കാരോട് വളരെ സ്നേഹത്തോടെയും കൗതുകത്തോടെയും ഇടപഴകുന്ന രജീഷിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സുഹൃത്തുക്കൾ പങ്കുവച്ച ഓർമ്മക്കുറിപ്പുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോവായി പടരുകയാണ്. സ്നേഹിച്ചവർ കൈവിട്ടും മകന് വേണ്ടി മാത്രം ജീവിച്ച ഒരു നല്ല അച്ഛനെയും മികച്ചൊരു സുഹൃത്തിനെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ് സൈബർ ലോകം. സൈബർ ലോകം ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. പല കൂട്ടായ്മയും അദ്ദേഹത്തിന് നീതി ലഭിക്കണം, ഈ പറയുന്ന നീതിപീഠത്തിന് മുന്നിൽ തനിക്ക് നീതി ലഭിക്കുമെന്ന് കരുതി, പക്ഷെ കിട്ടിയില്ല. അദ്ദേഹത്തിനെ വഞ്ചിച്ചു പോയ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നൊക്കെ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊക്കെ തന്നെ കൂട്ടായ്മ ഇപ്പോൾ എത്തിച്ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ്. ആ വൃദ്ധരായ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു കൂട്ടായ്മ തന്നെയാണ് കട്ടപ്പനയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴിതാ രജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അഞ്ജു പാർവതി ചില പച്ചയായ ഒരു എഴുത്ത് നടത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതുകൂടി നമുക്ക് വായിക്കാം. അപ്പോഴാണ് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം നമ്മുടെ മനസ്സിലൊക്കെ തോന്നിയ കാര്യം തന്നെയാണ് അഞ്ജു പറഞ്ഞിരിക്കുന്നത് നമുക്ക് തോന്നിപ്പോവും. അക്ഷരാർത്ഥത്തിൽ മരണമാല്യം കൊണ്ട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും മരണപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രജീഷിന്റെ ഈ ഒരു മരണം എന്നാണ് അഞ്ജു പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ആദരാഞ്ജലികൾ പോസ്റ്റ് കണ്ടപ്പോൾ കരുതിയത് അസുഖം വന്നോ അപകടത്തിൽപ്പെട്ടോ മരണപ്പെട്ടു പോയതാവും എന്നാണ്. ആ മുഖവും കണ്ണുകളും കണ്ടപ്പോൾ വല്ലാത്തൊരു നോവ് തോന്നി. പിന്നീട് സോഷ്യൽ മീഡിയയിൽ പലരും പോസ്റ്റ് ഇട്ടപ്പോഴാണ് അറിഞ്ഞത് മരണത്തെ വർണ്ണമാല്യം ചാർത്തി ഈ ഭൂമിയിലെ വാസം മതിയാക്കി പോയ യുവാവാണ് രജീഷ് എന്ന. അല്ല, പെണ്ണൊരുത്തി ഒരുമ്പിട്ടപ്പോൾ ജീവിത പുസ്തകം പകുതിക്ക് വെച്ച് അടച്ചു പോകേണ്ടി വന്ന ഹതഭാഗ്യനായ ഒരു യുവാവാണിത്. വിദേശത്ത് പോയ കെട്ടിയവൾ പുത്തൻ മേച്ചിൻപുറം തേടിപ്പോയപ്പോൾ ഉള്ളിൽ കരഞ്ഞെങ്കിലും കൂടി അയാൾ പിടിച്ചു നിന്നത് തന്റെ രക്തത്തിൽ പിറവിയെടുത്ത ആ മോനു വേണ്ടിയാണ്. അവനെന്ന പ്രതീക്ഷയ്ക്ക് ചുറ്റിലും തളച്ചിട്ട അയാളുടെ ജീവിതം, സ്വപ്നങ്ങൾ, സന്തോഷങ്ങൾ അതുകൂടി നഷ്ടപ്പെട്ടു എന്ന സന്ദർഭം വന്നപ്പോൾ ആ പാവത്തിന് താങ്ങാൻ കഴിഞ്ഞു കാണില്ല. അല്ലെങ്കിലും ഈ ഭൂമിയിൽ പച്ചപ്പാവങ്ങളായ നിഷ്കളങ്ക മനസ്സുകൾക്ക് ഒരു പുല്ല് വിലയും ഇല്ലല്ലോ. അതൊരു പച്ചപ്പാവമായതുകൊണ്ടാണ് ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. ഇനിയും ആർക്ക് മുന്നിലും ആരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും ശിരസ് കുനിഞ്ഞ് ജീവിക്കട്ട എന്ന് കരുതി കാണും ആ പാവം. വർണ്ണമാല്യം കുരുക്കാക്കി മുറുക്കി ജീവനെടുക്കുന്നത് പെണ്ണുങ്ങളുടെ മാത്രമല്ല, മറിച്ച് നല്ലൊരു ശതമാനം ആളുകളുടെയും കൂടിയാണ് എന്ന് വ്യക്തമാകുന്നു. അങ്ങനെ മടങ്ങേണ്ടി വന്നൊരു നിർഭാഗ്യവനാണ് ഈ യുവാവ്. ഈ ദുരന്ത കഥയിലെ നായകൻ ആൺപിറന്നവനായതുകൊണ്ട് പാട്രിയാക്കൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ സോഷ്യൽ ഓഡിറ്റിങ്ങോ ഒന്നും ഉണ്ടാവില്ല. എഴുത്തിടങ്ങളിൽ അവനായി ആരും അക്ഷരങ്ങളാൽ ജ്വാല പടർത്തുകയുമില്ല. കാരണം പൊതുബോധത്തിന് ഇന്നും വഞ്ചന, ചതി എന്നാൽ പെണ്ണ് ഇരയും ആൺവർഗം വേട്ടക്കാരനുമാണല്ലോ. മറിച്ചൊരു ചിന്ത ഇവിടെ വരുന്നതേയില്ല. ആണുങ്ങൾ കരയാറില്ലെന്ന ഭൂലോക വിട്ടിത്തം തിയറിയായി കെട്ടിച്ചമച്ച സൊസൈറ്റിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉള്ളാലെ കരയുന്ന പല പുരുഷന്മാരുടെയും ഹൃദയം പൊട്ടിയുള്ള നീറ്റലിന് കാരണം പെണ്ണ് തന്നെയാണ്. പെണ്ണിരയാണ് എന്ന് ആവർത്തിച്ചുരുവിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മറുവശത്ത് യഥാർത്ഥ ഇരകളായി നിൽക്കുന്നത് പുരുഷന്മാരാണ് പലപ്പോഴും. ആ വരച്ച വര വിട്ടൊന്ന് മാറി നിൽക്കുന്ന ആണുങ്ങൾ ഇവിടെ വളരെ വിരളമാവുന്നതിന് കാരണം ഈ സമൂഹത്തിൽ നിലനിന്നു പോരുന്ന സോഷ്യൽ ഓഡിറ്റിങ്ങും ജഡ്ജ്മെന്റുകളും സ്ത്രീകൾക്ക് അനുകൂലം മാത്രമാകുന്നതിലുമാണ്. വഞ്ചനയും ചതിയും പീഡനവും ഗാർഹിക പീഡനവും ഹണി ട്രാപ്പും തേപ്പും ഒക്കെ കേവലം വൺ സൈഡ് പ്രോസസ് മാത്രമല്ല, അതൊരു 2 വേ പ്രോസസ് തന്നെയാണ്. പെണ്ണ് തീരാബാധിതയും ദുരിതവുമായി ജീവിതം അവസാനിപ്പിക്കുന്ന ആണുങ്ങൾ ഇവിടെയുണ്ട്. പെണ്ണ് വരച്ച വരയിൽ കുരുങ്ങി കൊല്ലപ്പെട്ടു പോകുന്നവരും മരിച്ചു പോകുന്നവരും ഇപ്പോഴും ജീവിച്ചു മരിക്കുന്നവരും നിരവധിയായിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ എന്ന പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന പെൺ ക്രിമിനലിസത്തിന്റെ ഇരകളായി ജീവിതം വഴിമുട്ടിപ്പോയ എത്രയെത്രയോ ആണുങ്ങളുണ്ട്. വിവാഹം കഴിക്കുന്നത് തന്നെ വിവാഹമോചനത്തിനും അതുവഴി നല്ലൊരു തുക അലിമോണി കിട്ടാനും വേണ്ടി മാത്രം ജീവിക്കുന്ന സ്ത്രീകളുമുണ്ട് ഈ നാട്ടിൽ.
പ്രണയക്കെണി ഒരുക്കി പലതും നേടിയ ശേഷം വലിച്ചെറിയുമ്പോൾ അപമാനനായി വളരെ വേദനയോടുകൂടി ആത്മഹത്യയിൽ അഭയം തേടുന്ന നിരവധി ആൺകുട്ടികൾ ഉണ്ട് നമുക്കിടയിൽ. പക്ഷെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ആൺവേട്ടക്കാരനും പെണ്ണിരയും എന്ന ഫോക്കൽ പോയിന്റിലൂടെ മാത്രമാണ്. ഈ കഥയിൽ ഈ പാവം യുവാവ് ആത്മഹത്യ ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതത്തിന് പൂർണ്ണ വിരാമമിട്ടു, അല്ലെങ്കിൽ അതിനെ കൊണ്ടത് ചെയ്യിച്ചു ഒരു എരണം കെട്ടവൾ. എന്നാൽ നമുക്ക് ചുറ്റിലും അവനെ പോലെയുള്ള എത്രയോ ആൺകുട്ടികൾ ചത്തതിനു മേൽ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ചത്തതിന് സമാനമായി ജീവിച്ചിരിക്കുന്നു എന്ന അവസ്ഥയുണ്ട്. പുറമേക്ക് കണ്ണീർ വാർക്കുന്നത് പുരുഷ ജന്മത്തിന് ചേരാത്ത അൺറിട്ടൺ നിയമമായതിനാൽ തന്നെ ഉള്ളാലെ കണ്ണീർ വാർത്ത് നീറിപ്പുകയുന്ന അനേകം ആണുങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ചിലരൊക്കെ മദ്യത്തിലും ലഹരിയിലും അഭയം തേടി അതിനെ നീരാളിപ്പിടുത്തത്തിൽ ശ്വാസം മുട്ടി കഴിയുന്നുമുണ്ട്. മറ്റു ചിലരാകട്ടെ ജന്മം തന്നെ അച്ഛനും അമ്മയും അനാഥരാവരുത് എന്ന ഒരേ ഒരു കാരണം കൊണ്ട് ഉള്ളം നീറി ഹൃദയം പൊടിഞ്ഞും ജീവിതം തള്ളി നീക്കുന്നവരുണ്ട്. എനിക്കറിയുന്ന എത്രയോ പ്രിയപ്പെട്ട മനുഷ്യർ ഈ ഒരു അവസ്ഥയിൽ ഹൃദയം നീറിപ്പിടഞ്ഞ ദിവസങ്ങൾ തള്ളി നീക്കുന്നുണ്ട്. വിവാഹം എന്നത് കഴുത്തിനെ മുറുക്കുന്ന കുരുക്കായി മാറിയ യുവാക്കളും അവരുടെ കുടുംബങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട്. വന്നു കയറിയ പെണ്ണ് കാരണം കണ്ണുനീർ കുടിക്കുന്ന കുടുംബങ്ങളും ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. എങ്കിലും നമ്മുടെ പൊതുബോധത്തിൽ പെണ്ണ് ഇപ്പോഴും അബല കബല വേർഷനിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. പെണ്ണിന്റെ കണ്ണുനീർ മാത്രം സത്യമെന്നാണ് നിർവചനം. ആ നിർവചനം നൽകിയ ധൈര്യം വെച്ച ആണുങ്ങളുടെ ജീവിതം കുളം തോണ്ടുന്ന എത്രയോ ഈ നമ്മുടെ നാരിമണികൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഇര എന്ന് കേട്ടാൽ ഉടൻ കരയുന്ന പെണ്ണിന്റെ ചിത്രം മാത്രമല്ല വരേണ്ടത്, അതിനൊപ്പം ഈ സമൂഹത്തെ പേടിക്കുന്ന, ടെൻഷനുള്ള, കരയുന്ന, ഉള്ളം വിങ്ങി കണ്ണു നിറയുന്ന, അപമാനം കൊണ്ട് തല കുമ്പിടേണ്ടി വരുന്ന ആണുങ്ങളുടെ ചിത്രം കൂടി വരേണ്ടതാണ്. ഈ നാട്ടിൽ എല്ലാവർക്കും ലിംഗസമത്വം വേണമെന്നാണ് പ്രബുദ്ധവാദം. പക്ഷേ ചില വിഷയങ്ങൾ വരുമ്പോൾ ഒരു പക്ഷത്തേക്ക് മാത്രം ആ സമത്വം ചായും. സ്ത്രീപക്ഷവാദങ്ങൾക്ക് മാത്രം കയ്യടിയും പിന്തുണയും നൽകുന്ന കേരളീയ പൊതുസമൂഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് ഈ പാവം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് നേരെ അവൻ ഭീരു എന്ന ലേബൽ കൊണ്ടോ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന ടാഗ് ലൈൻ കൊണ്ടോ മസ്കുലൈൻ മാപ്പിനിയിലെ അളവുകൾ ഉയർത്തിക്കാട്ടിയോ നമുക്ക് മുഖം തിരിക്കാം. പക്ഷേ അപ്പോഴും ആ ചോദ്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. പെണ്ണ് കരഞ്ഞാൽ മാത്രമേ കരച്ചിലിന് വിലയുള്ളൂ, കണ്ണീരിന് ചൂടുള്ളൂ. തീർച്ചയായും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതാണായാലും ശരി, പെണ്ണായാലും ശരി.